സ്ത്രീകൾ തെറ്റ് ചെയ്താലും പുരുഷന്മാർ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ തന്നെ കൊടുക്കണം. അങ്ങനെ ഒരു നിയമം തന്നെ ഇവിടെ വരണം. വിദേശത്ത് ചെയ്യും പോലെ കർക്കശമായ നിയമം കൊണ്ടുവരണം. ആ നിയമത്തിലൂടെ മാത്രമേ ഇനി നമ്മുടെ നാട് കേരളത്തിനെ രക്ഷിക്കാൻ പറ്റൂ. അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നത്തെ കാലം മയക്കുമരുന്ന്, കഞ്ചാവ്, മോഷണം, പിടിച്ചുപറി, കൊള്ള, കോല എന്തെല്ലാമായി കേരളത്തിൽ നടക്കുന്നത്. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ. സ്വന്തം അമ്മയെ, പെങ്ങളെ, സ്വന്തം കൂടപ്പിറപ്പുകളെപ്പോലും കൊല്ലാൻ മടിയില്ലാത്തവരുടെ നാടായി തീർന്നിരിക്കുന്നു. അത് മാറ്റിയേ പറ്റൂ. അതിന് നല്ലതായിട്ട് നിയമങ്ങൾ വര തന്നെ വേണം. ആ നിയമം കൊണ്ടുവരണം. ഇനി താമസിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അല്ല, പൊതുജനത്തിൻ്റെ അഭിപ്രായം എന്നാണ് എൻ്റെയും വിശ്വാസം. പിന്നെ ഈ നിയമത്തോടൊപ്പം തന്നെ ഈ ജയിലറയിലുള്ള ചപ്പാത്തി അത് ഇതൊക്കെ യവന്മാരെ തീറ്റിച്ച് അവിടെ ഇട്ട് യവന്മാർക്ക് ആഴ്ചയിൽ മുട്ട, പാല്, അത് ഇത് ചപ്പ് ചവറൊക്കെ കൊടുത്ത് മൂക്കറ്റം തീറ്റയും കൊടുത്ത് നല്ല സുഖവാസ കേന്ദ്രത്തിൽ കിടക്കും പോലെയാണ് ഇപ്പം ജയിലിൽ കിടക്കുന്നത്. അതൊക്കെ മതിയാക്കണം. മതിയാക്കിയിട്ട് ഇരുട്ടറയിൽ അങ്ങ് തള്ളണം. കുറ്റം ചെയ്തവനെ വിദേശത്ത് ചെയ്യും പോലെ 101 ചാട്ടവാറടിയും കൊടുത്ത് ഇരുട്ടറയിൽ തള്ളണം. പണ്ടത്തെ പോലെ ഗോതമ്പുണ്ടയും ഗോതമ്പ് വെള്ളവും മതി. അത് കുടിച്ചവൻ സൂര്യനെ കാണാതെ, സൂര്യപ്രകാശം അടിക്കാതെ കിടക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു പാഠം പഠിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ നാട് നന്നാവുകയുമുള്ളൂ. അല്ലാതെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടന്നെന്നും പറഞ്ഞൊന്നും നന്നാവില്ല. കർക്കശമായ നിയമം വരുമ്പോൾ നിയമത്തെ പേടിക്കും. പിന്നെ കൊലപാതകങ്ങളും കൊള്ളയും കൊലയും മോഷണവും എല്ലാം താനേ കുറഞ്ഞോളും. ഇത് ജയിലിൽ പോയാൽ നല്ല ആഹാരം കിട്ടുന്നുണ്ട്. അവന്മാർ കൂടുതലും സുഖവാസത്തിന് പോകുമ്പോഴല്ലേ ജയിലിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഈ അഴിമതികൾ കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ സന്തോഷത്തോടും മനസ്സമാധാനത്തോടും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇങ്ങനെ നല്ലൊരു നിയമം വന്നേ പറ്റൂ.